അപ്പോൾ നിങ്ങൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു കാര്യം അറിയാമോ? നിങ്ങളുടെ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. ആ ഒരു നിർണായക ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു തലച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഹേയ്, ഇത് നമ്മൾ ആരും സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമല്ല, അല്ലേ? പക്ഷേ ഗർഭധാരണത്തെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണിത്. എന്തുകൊണ്ടാണെന്നോ? കാരണം അതിന്റെ ഉത്തരം തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. അതെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അമ്മയുടെ തൈറോയ്ഡ് ഗ്രന്ഥി നിങ്ങളുടെ കുഞ്ഞിന്റെ ബുദ്ധിശക്തിയുടെ ആണിക്കൽ എന്ന് തന്നെ പറയാം. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഗർഭത്തിന്റെ ആദ്യത്തെ 12 ആഴ്ച, അതായത് ഏറ്റവും നിർണായകമായ ഫസ്റ്റ് ട്രൈമസ്റ്ററില്ലേ, ആ സമയത്ത് കുഞ്ഞിന് സ്വന്തമായി ഒരു തൈറോയ്ഡ് ഗ്രന്ഥിയില്ല. അപ്പോൾ തലച്ചോറ് നിർമ്മിക്കാൻ വേണ്ട ഹോർമോണുകൾക്ക് വേണ്ടി ആ കുഞ്ഞ് പൂർണ്ണമായും നിങ്ങളെയാണ്, അമ്മയാണ് ആശ്രയിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ തൈറോയ്ഡിനെ ഒരു പവർ പ്ലാന്റായിട്ട് സങ്കല്പിക്കാം. ആ പവർ പ്ലാന്റിലെ വോൾട്ടേജ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തലച്ചോറിന്റെ വയറിംഗ്, അതായത് കുഞ്ഞിന്റെ ഐക്യു രൂപപ്പെടുന്നത് സ്വാഭാവികമായും പതുക്കെയാവും. ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. തൈറോയ്ഡ് ഹോർമോണിനെ ഒരു വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ് ആയിട്ട് കാണുക. ആ സ്പാർക്ക് ഒന്ന് വീക്കായാൽ എഞ്ചിൻ, അതായത് കുഞ്ഞിന്റെ വളർച്ചയും മെറ്റബോളിസവും അതൊന്നും ശരിക്ക് സ്റ്റാർട്ടാകില്ല. അപ്പോ നിങ്ങളുടെ സ്പാർക്ക് നല്ല സ്ട്രോങ് ആണെന്ന് എങ്ങനെ ഉറപ്പാക്കും? അതിനുള്ള ഉത്തരമാണ് ഈ 3 അക്ഷരം TSH, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നിങ്ങൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കോറിയിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ മാന്ത്രിക സംഖ്യ ഇതാണ് ആ നമ്പർ 2.5 താഴെ. അതായത് നിങ്ങൾ ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഗർഭിണിയാണെങ്കിൽ, നിങ്ങളുടെ TSH ലെവൽ 2.5 MIU/L താഴെയായിരിക്കണം. ഈ ഒരു സംഖ്യ, ഇത് മറക്കരുത്, ഇത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് പലർക്കും അബദ്ധം പറ്റുന്നത്. നോക്കൂ, ഗർഭിണിയല്ലാത്തൊരു സ്ത്രീക്ക് 4 അല്ലെങ്കിൽ 5 വരെയുള്ളൊരു TSH ലെവൽ ഒരുപക്ഷെ നോർമലായിരിക്കാം. ഡോക്ടർമാർ പോലും ചിലപ്പോഴങ്ങനെ പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾ ഗർഭധാരണത്തിന് തയ്യാറെടുക്കുമ്പോൾ ആ കണക്കങ്ങ് മാറും. നമ്മുടെ ലക്ഷ്യം 2.5-ൽ താഴെയാണ്. എപ്പോഴും ഓർക്കുക, ഈയൊരു കാര്യത്തിൽ നോർമൽ എന്നത് ഒപ്റ്റിമൽ അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 2.5 എന്ന നമ്പർ ഇത്രയ്ക്ക് നിർണായകമാകുന്നത്? കാരണം TSH ലെവലുകൾ അല്പം ഉയർന്നാൽ പോലും അത് ഗർഭധാരണത്തിന് കാലതാമസം വരുത്താം. ഇനി ഗർഭിണിയായാലോ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ ഗർഭം അലസാനുള്ള സാധ്യതയും കൂട്ടാം. പക്ഷേ അതിലുമൊക്കെ പ്രധാനമായി ചികിത്സിക്കാത്ത ചെറിയ തൈറോയ്ഡ് പ്രശ്നങ്ങൾ പോലും, അതിനെ നമ്മൾ സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും, അത് കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തെ വരെ ബാധിച്ചേക്കാമെന്നാണ് പുതിയ പഠനങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഇത് എങ്ങനെ ശരിയായി ചെയ്യാം? പേടിക്കേണ്ട, വളരെ ലളിതമായൊരു ആക്ഷൻ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ സിമ്പിളാണ്. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. നിങ്ങളുടെ TSH 2.5-ൽ താഴെയാക്കുക. അതിന് ഒരു ഡോക്ടർ ചിലപ്പോൾ മരുന്ന് നിർദ്ദേശിച്ചേക്കാം. 2. ആ മരുന്ന് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ, ചായ കുടിക്കുന്നതിന് മുൻപ് ഏകദേശം 1 മണിക്കൂർ മുൻപ് കഴിക്കാൻ ശ്രമിക്കുക. 3. വളരെ പ്രധാനപ്പെട്ട ഒരു 4 മണിക്കൂർ നിയമം. അതിനെക്കുറിച്ച് നമുക്ക് അടുത്തതായി സംസാരിക്കാം. 4. നിങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഓരോ 4 മുതൽ 6 ആഴ്ച കൂടുമ്പോഴും TSH ലെവൽ നിർബന്ധമായും ചെക്ക് ചെയ്യുക. കാരണം ആ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യം കൂടും. അപ്പോൾ എന്താണ് ഈ 4 മണിക്കൂർ നിയമം? നിങ്ങൾ ഗർഭകാലത്ത് കഴിക്കുന്ന അയൺ കാൽഷ്യം ഗുളികകളില്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ അസിഡിറ്റിക്ക് കഴിക്കുന്ന മരുന്നുകൾ, ഇവയൊക്കെ ഒരു സ്പോഞ്ച് പോലെയാണ്. ഇവ നിങ്ങളുടെ തൈറോയ്ഡ് മരുന്നിനെ വലിച്ചെടുക്കും, അതിന്റെ ഫലം കുറയ്ക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, തൈറോയ്ഡ് മരുന്ന് കഴിച്ച് കുറഞ്ഞത് 4 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം മാത്രം ഈ സപ്ലിമെന്റുകൾ കഴിക്കുക. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗർഭിണിയായി കഴിഞ്ഞാൽ എന്തിനാണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് സംശയം തോന്നാം. ഈ കാണുന്നതുപോലെ നിങ്ങൾ ഗർഭിണിയാകുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ തൈറോയ്ഡ് ഹോർമോണിന്റെ അളവ് ഏകദേശം 30 മുതൽ 50% വരെ ഒറ്റയടിക്കു കൂടും. അതായത് നിലവിലുള്ളതിനേക്കാൾ ഏകദേശം 1/3 അധികം ഹോർമോൺ വേണം. അപ്പോൾ ഈ വർദ്ധിച്ച ആവശ്യം നിങ്ങളുടെ ശരീരം നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഇനി തൈറോയ്ഡ് പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് പലപ്പോഴും ആവശ്യമില്ലാത്ത പേടിക്കും ടെൻഷനും കാരണമാകും.
നമുക്കതിൽ ഏറ്റവും സാധാരണയായി കേൾക്കുന്ന രണ്ടെണ്ണം എടുത്ത് അതിലെ സത്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ മിഥ്യാധാരണ: തൈറോയ്ഡ് ഉണ്ടെങ്കിൽ കാബേജും കോളിഫ്ലവറും ഒന്നും കഴിക്കാൻ പാടില്ല. സത്യത്തിൽ ഇവയിലുള്ള ഗോയിട്രോജനുകൾ ഒരു പ്രശ്നമാകണമെങ്കിൽ നിങ്ങൾ ദിവസവും കിലോ കണക്കിന് പച്ചക്ക് കഴിക്കണം. നമ്മളാരും അങ്ങനെ കഴിക്കാറില്ലല്ലോ. സാധാരണ പോലെ പാചകം ചെയ്യുമ്പോൾ തന്നെ അതിലെ ഗോയിട്രോജനുകൾ നിർവീര്യമാകും. അതുകൊണ്ട് പേടിക്കാതെ ധൈര്യമായി കഴിച്ചോളൂ. ഇനി രണ്ടാമത്തെ പേടി: ഈ മരുന്നൊരു സ്റ്റീറോയിഡാണോ? ഇത് കഴിച്ചാൽ പിന്നെ നിർത്താൻ പറ്റില്ലേ? ഒരിക്കലുമല്ല. ഇത് നിങ്ങളുടെ ശരീരം തന്നെ ഉണ്ടാക്കേണ്ട, പക്ഷെ ഇപ്പോൾ ആവശ്യത്തിനുണ്ടാക്കാത്ത ഒരു ഹോർമോണിന് പകരമായി നമ്മൾ കൊടുക്കുന്നതാണ്. അത്രയുള്ളൂ. ഗർഭകാലത്ത് കഴിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ മരുന്നുകളിൽ ഒന്നാണിത്. മരുന്ന് കഴിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ശരീരം തരുന്ന സിഗ്നലുകൾ ശ്രദ്ധിക്കുന്നത്. എപ്പോഴാണൊരു ഡോക്ടറെ വിളിക്കേണ്ടതെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില പ്രധാന ലക്ഷണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ ലക്ഷണങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എത്ര ഉറങ്ങിയാലും മാറാത്തൊരു കഠിനമായ ക്ഷീണം, പെട്ടെന്ന് ശരീരഭാരം കൂടുന്നത്, മറ്റുള്ളവർക്ക് സാധാരണ ചൂടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം വല്ലാതെ തണുക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരമായ മലബന്ധവും ചർമ്മം വരളുന്നതും. പക്ഷേ ഇതിലെല്ലാം വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ പീരിയഡ്സ് മിസ്സായാൽ, അതായത് ഗർഭിണിയാണെന്ന് ചെറിയൊരു സംശയം തോന്നിയാൽ പോലും ഒരു നിമിഷം വൈകരുത്. ഉടൻ തന്നെ ഡോക്ടറെ വിളിച്ചറിയിക്കണം. കാരണം ഗർഭത്തിന്റെ ആ ആദ്യ ദിവസങ്ങളിൽ തന്നെ മരുന്നിന്റെ ഡോസ് കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, നിങ്ങളുടെ TSH ലെവൽ എന്നത് വെറുമൊരു ലാബ് റിപ്പോർട്ടിലെ അക്കം മാത്രമല്ല. അത് നിങ്ങളുടെ കുഞ്ഞിന്റെ തലച്ചോറ് പണിയാനുള്ള ഊർജ്ജത്തിന്റെ അളവുകോലാണ്. അത് 2.5-ൽ താഴെ നിലനിർത്തുന്നതിലൂടെ നിങ്ങളൊരു ടെസ്റ്റ് പാസ്സാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായൊരു നിർമ്മാണ പ്രവർത്തനത്തിനു വേണ്ട സ്ഥിരമായ ഊർജ്ജം നിങ്ങൾ ഉറപ്പാക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുഞ്ഞിന് സാധ്യമായ ഏറ്റവും നല്ല തുടക്കം നൽകാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ശോഭനമായ ഭാവിക്ക് കരുത്തേകാൻ നിങ്ങൾ തയ്യാറല്ലേ?